യേശുവെ നന്ദി. പരിശുദ്ധാത്മാവേ ശക്തി തരണമേ. പരിശുദ്ധാത്മാവേ പുതിയൊരു അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. സ്വർഗത്തിൻ്റെ അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മ അഗ്നി അയക്കണമേ. സ്വർഗത്തിൻ്റെ സൈന്യാധിപയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അന്ധകാര ശക്തിയുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മേ ദൈവമാതാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ശുശ്രൂഷകളെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. സ്വർഗത്തിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. പരിശുദ്ധാത്മ അഗ്നി ഞങ്ങളുടെ മേൽ അയക്കണമേ. സ്വർഗത്തിൻ്റെ അഗ്നി ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. സ്വർഗത്തിൻ്റെ സൈന്യാധിപ ഈ വചന ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഒക്ടോബർ മാസം പ്രത്യേകമായിട്ട് ലോകം മുഴുവൻ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവന് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി, ലോകം അനുഗ്രഹിക്കാൻ വേണ്ടി വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുക ലോകം. പ്രത്യേകിച്ച് കൊറോണ വൈറസ് അനേക ലക്ഷം പേരെ കൊന്നൊടുക്കി. ലോകം വലിയ പ്രതിസന്ധികളിലൂടെ ഇന്ന് കടന്നു പോകുക. ഭീകരവാദവും തിന്മയും കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം പെരുകിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ സമാധാനം ആകമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നാളിൽ ഈ തിന്മയുടെ ശക്തിയെ അതിജീവിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം ജപമാലയാണ്, ജപമാല പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 144:1 എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അഭയശിലയായ കർത്താവ് എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ, സ്തുതിക്കപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ അഭയശിലയായ എൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. നമുക്കറിയാം, ജപമാല നമ്മൾ കൈകളിലെടുത്ത് ഓരോ മുത്തുകളും നമ്മുടെ വിരലുകൾ കൊണ്ടാണ് മുൻപോട്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പടപൊരുതുവാൻ നമ്മുടെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മ തരുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. തിന്മയ്ക്കെതിരെ, സാത്താനെതിരെ, ഭീകരതയ്ക്കെതിരെ, എല്ലാറ്റിനുമെതിരെ പടപൊരുതുവാൻ അതിശക്തമായ ആയുധം നമ്മുടെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്, ജപമാല. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലോകം കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാലയിൽ ഉടനീളം ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രമാണ് നമ്മൾ ധ്യാനിച്ചു കടന്നു പോകുന്നത്. ഈ രക്ഷാകര ചരിത്രം ധ്യാനിച്ചു കടന്നു പോകുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി, കൃപാവരങ്ങൾ, ആത്മധൈര്യം, പരിശുദ്ധാത്മ ഫലങ്ങൾ എല്ലാം നമ്മിലേക്ക് പകരപ്പെടും. നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തരും ധീരരുമായിട്ട് മാറുകയാണ്. ജപമാല അത്ര ശക്തിയേറിയ പ്രാർത്ഥനയാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഏറ്റവും അധികം
ഇഷ്ടപ്പെട്ടിരുന്ന പ്രാർത്ഥനയായിരുന്നു ജപമാല പ്രാർത്ഥന. ഓരോ മുത്തുമണികളിലൂടെയും ചൊല്ലുന്ന ജപമാല സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന അതിശക്തമായ ആയുധം തന്നെയാണ്. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു. ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന പരിശുദ്ധനായ ദൈവം, മാനവരാശിയുടെ രക്ഷകനായ ദൈവപുത്രനായ യേശു ക്രിസ്തു നിന്നിൽ നിന്ന് ജനിക്കാനായിട്ട് പോവുക. നമുക്കറിയാം, ലോക ചരിത്രത്തിലുടനീളം ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത്, ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ചത് ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടിയാണ്. മാനവരാശിയുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ, ആ രക്ഷ മനുഷ്യൻ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി, ആ രക്ഷയെ തട്ടിമാറ്റാൻ വേണ്ടി പിശാച് അതിശക്തമായിട്ട് ലോകത്തിലുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവർത്തനത്തിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും തകർക്കുവാൻ വേണ്ടി പിശാച് കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ ദിവസവും ലോകമെമ്പാട് പീഡ സഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ, മരിച്ചു വീഴുന്ന ക്രിസ്ത്യാനികൾ, തകർക്കപ്പെടുന്ന ജീവിതങ്ങൾ, ഈ ജീവിതങ്ങൾക്ക് ബലം നൽകുവാൻ, ശക്തി നൽകുവാൻ, അവരുടെ വേദനയില്, സഹനങ്ങളില്, മുറിവുകളില് ആശ്വാസം പകരുവാനായിട്ട് പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പൊന്നോമന മക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, മനുഷ്യന്റെ ബുദ്ധിയെ അന്ധകാരത്തിലേക്ക് ആഴ്ത്തുന്ന വിധം തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ അതിശക്തമായിട്ട് അധികാര കേന്ദ്രങ്ങളിൽ, വ്യക്തികളിൽ, പലവിധ മാർഗങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സഭ നേരിടുന്ന ഈ പീഡനം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. സഭ എന്ന് ലോകത്തിൽ രൂപമെടുത്തോ അന്നു മുതൽ ക്രിസ്തുവിന്റെ സഭ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തില് 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. അതിൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. അക്കാലത്ത് ഹെരോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. സഭയുടെ മക്കളെ, വിശ്വാസത്തിന്റെ അഗ്നി കത്തുന്ന ആദിമ സഭയിലെ ദൈവജനത്തെ ഹെരോദേസ് പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിന് ഇരയാക്കി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി കഴുത്തുവെട്ടി കൊന്നുകളഞ്ഞു. ഈ ഒരു സംഭവം യഹൂദന്മാർക്ക് കൂടുതൽ സന്തോഷമായി. അന്നത്തെ ക്രൈസ്തവ വിദ്വേഷികൾക്ക്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നവർക്ക് അത് വലിയ സന്തോഷമായിട്ട് മാറി. ഹെരോദസ് കൂടുതൽ പീഡനം അഴിച്ചുവിട്ടു. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചുപൂട്ടി. യാക്കോബിന്റെ കഴുത്ത് അറുത്തുകളഞ്ഞു. ആദിമ നൂറ്റാണ്ടിൽ നടന്നതുപോലെയുള്ള അതേ സംഭവങ്ങൾ
ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ചില വ്യക്തികളെ പിശാച് അതിശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രത്തില് നമ്മളൊക്കെ വായിച്ച സങ്കടകരമായ ഒരു വാർത്തയുണ്ട്. ക്രൈസ്തവ രാജ്യമായിരുന്ന ഫ്രാൻസ്, അവിടെ സാമുവൽ പാറ്റി എന്ന അധ്യാപകനെ കഴുത്തറത്തു കൊന്നു. ഫ്രാൻസ് ഞെട്ടിപ്പോയി. ഫ്രാൻസിലെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിപ്പോയ ഒരു സംഭവം. ലോക ജനത ഒത്തിരിയേറെ വേദനിച്ച ഒരു സംഭവം. നടന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്നും ലോകത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ കഴുത്തറക്കുന്നു, ബോംബ് വെച്ച് കൊല്ലുന്നു. പല വിധത്തില് ലോകമെമ്പാടും തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യനെ കൊന്നൊടുക്കുവാനായിട്ട് ഒരു മടിയുമില്ലാത്ത വിഭാഗങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക ലോകത്തെമ്പാടും. ഇതിനെ നേരിടുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അതിശക്തമായ പ്രാർത്ഥന മാത്രമാണ്. സ്വർഗത്തിന്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാവണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തമായ ഇടപെടൽ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശക്തമായ ജപമാല പ്രാർത്ഥനയിലൂടെ, തപസ്സിന്റെ, പ്രായശ്ചിത്തത്തിന്റെ, പരിത്യാഗത്തിന്റെ പ്രാർത്ഥനയിലൂടെ അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങളെ, തിന്മയുടെ ശക്തികളെ, വിഭാഗീയ ശക്തികളെ, വിഘടനവാദികളെ, വർഗീയവാദികളെ തകർക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒറ്റ മാർഗമേ ഉള്ളൂ, അതിശക്തമായ പ്രാർത്ഥന. ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന നിലവിളി മാത്രം. അവിടെ കർത്താവ് ഉണർന്നു നിൽക്കും, കർത്താവ് എഴുന്നേൽക്കും. ഇസ്രായേൽ മക്കളുടെ പീഡ ദൈവമായ കർത്താവ് കണ്ടു. 430 വർഷക്കാലം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനം പീഡനമേറ്റവർ തളർന്നു. വചനം പറയുന്നു, അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം ഇടപെടുക. മോശ പ്രവാചകനെ മുൻപിൽ നിർത്തിക്കൊണ്ട്, ചെങ്കടലിനെ പിളർത്തിക്കൊണ്ട് കാനാൻ ദേശത്തേക്കുള്ളൊരു യാത്രയ്ക്ക് ദൈവമായ കർത്താവ് തുടക്കമിട്ട് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, പുതിയ ഒരു പടപ്പുറപ്പാടിന് വേണ്ടി നമ്മുടെ കർത്താവ് എഴുന്നേൽക്കും. ഉറപ്പാ, സംശയിക്കേണ്ട. സ്വർഗത്തിന്റെ ഒരിടപെടൽ ഈ ഭൂമിക്ക് മേൽ ഉണ്ടാകും. അതിന് അതിശക്തമായ പ്രാർത്ഥന ഉണ്ടാവണം. ത്യാഗത്തിന്റെ പ്രാർത്ഥന, കണ്ണുനീരിന്റെ പ്രാർത്ഥന, വിലാപത്തിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം, ഉയർത്തണം. സഭ ഉണരണം, സഭ ഉണരണം, വിശ്വാസികൾ ഉണരണം, സഭയുടെ മക്കൾ ഉണർന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 44 നാം ഇപ്രകാരം വായിക്കുന്നു. 44 3-ാമത്തെ വചനം, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയിച്ചത്, അവിടുത്തെ വരത്തുകയും ഭുജവും മുഖപ്രകാശവും കണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്. ഇന്ന് ചിലരെങ്കിലുമൊക്കെ നാടുകൾ പിടിച്ചടക്കുവാൻ വാൾ ഉപയോഗിക്കുന്നു, ബോംബ് ഉപയോഗിക്കുന്നു, മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നു. ലോകത്തെ ഭയത്തിലേക്ക്, അസമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അനേകം സംഘടനകള് ലോകത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്നു, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയിച്ചത്. കരബലം കൊണ്ടല്ല അവർ വിജയിച്ചത്, അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശം കൊണ്ടത്രേ അങ്ങ് അവരെ പ്രസാദിച്ചു. കർത്താവിന്റെ മുഖപ്രസാദത്തില നമ്മൾ വിജയിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ മുഖപ്രസാദം
കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുക. ചെങ്കടൽ പിളർത്തിയ കർത്താവിന് ഇന്നും നമുക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പാറ പിളർത്തി ദൈവജനത്തിന് വെള്ളം കൊടുത്ത് ആശ്വാസം നൽകിയ ദൈവത്തിന് ഇന്നും നമുക്ക് വേണ്ടി ഇടപെടാനായിട്ട് സാധിക്കും. വിശ്വാസ സമൂഹം, സഭയും സഭാ നേതൃത്വവും അന്മായരും ഒന്നടങ്കം ഉണർന്ന് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 44:8 പറയുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ എന്നും നന്ദി പറയും. ഞങ്ങൾ ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവമാണ് ഞങ്ങളുടെ സംരക്ഷകൻ, ദൈവമാണ് ഞങ്ങളുടെ സഹായകൻ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മെ സഹായിക്കാൻ കർത്താവ് കൂടെയുണ്ട്. പത്രോസിനെ ഹെരോദേസ് കാരാഗ്രഹത്തിലടച്ചു, യാക്കോബിന്റെ തല വെട്ടിമാറ്റി. ആ ദിവസഭ വലിയ പീഡനത്തിലൂടെ കടന്നു പോകുക. കാരാഗ്രഹത്തിൽ കിടന്ന് പത്രോസ് ഉറങ്ങുകയായിരുന്നു. ചങ്ങലകൾ കൊണ്ട് പത്രോസിനെ അവർ ബന്ധിച്ചിരുന്നു. 4 വീതം ചങ്ങലകൾ. ഏതാനും പടയാളികൾ കാവൽ നിന്നുകൊണ്ട് പത്രോസിനെ ചെങ്ങലക്കിട്ടു. പത്രോസ് ജയിലറയ്ക്കുള്ളിൽ സമാധാനമായിട്ട് ഉറങ്ങുകയായിരുന്നുവെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പത്രോസിനെ നയിച്ചത് ദൈവത്തിന്റെ ആത്മാവ. പത്രോസിന്റെ ഉള്ളിൽ ബലം കൊടുത്തത്, ശക്തി കൊടുത്തത്, ആത്മധൈര്യം കൊടുത്തത്, പത്രോസിനെ പിടിച്ചു നിർത്തിയത് പരിശുദ്ധാത്മാവ് കൊടുത്ത ധൈര്യം തന്നെയാണ്. പത്രോസ് ആ കാരാഗ്രഹത്തിന്റെ ഉള്ളില് കിടന്നുറങ്ങി. ജീവിക്കുന്ന ദൈവം, സർവശക്തനായവൻ ആ കാരാഗ്രഹത്തിൽ പത്രോസിന് കാവലായിട്ടുണ്ടായിരുന്നു. ആമേൻ. നമ്മൾ തിരിച്ചറിയണം, ഏത് പ്രതിസന്ധികളിലും, കാരാഗ്രഹത്തിലും, പീഡനത്തിലും, മരണത്തിന്റെ വക്കിലും, മരണത്തിന്റെ നിഴലിലും നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സർവശക്തനാണ്. നിയമാവർത്തനം 33-ാമത്തെ അധ്യായം 26-27 വചനങ്ങള്. നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വികായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്റെ മേൽ സഞ്ചരിക്കുന്നു. നിന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. നിന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. നിന്റെ ദൈവത്തെ പോലെ ശക്തനായ മറ്റൊരു ദൈവമില്ല. നിന്റെ ദൈവത്തെ പോലെ കാരുണ്യവാനായ മറ്റൊരു ദൈവമില്ല. നിന്റെ ദൈവത്തെ പോലെ മനസ്സലിവുള്ള മറ്റൊരു ദൈവമില്ല. നിന്റെ ദൈവത്തെ പോലെ കൈകളിൽ കോരിയെടുക്കുന്ന മറ്റൊരു ദൈവമില്ല. നിന്റെ ദൈവം സർവശക്തനാ. അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തു, അവിടുന്ന് മാത്രമാണ് നമ്മുടെ ദൈവം. അവൻ സർവശക്തനാ. അവൻ പീഡകളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയി കുരിശുമരണം ഏറ്റുവാങ്ങി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തില് സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും, ഉറപ്പാണ്. എല്ലാവരുടെയും ജീവിതത്തില് സഹനങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും പീഡകളും തീരാവ്യാധികളും ഒക്കെ കടന്നു വരും. പക്ഷേ നിനക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിത്യനായ ദൈവം നിന്റെ അഭയം. താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. കർത്താവിന്റെ കരം നിന്നെ താങ്ങും. ഏത് കാരാഗ്രഹത്തിലോ ഇരുട്ടുമുറിയിലോ പീഡനത്തിന്റെ വഴിയിലോ നീ കിടന്നാലും കർത്താവ് നിന്നെ താങ്ങും. കർത്താവ് നിന്റെ കൂടെയുണ്ട്.
അവിടുന്ന് നിന്നെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോവത്തില്ല. ഇത് കർത്താവ് നമുക്ക് തരുന്ന ശക്തമായ ഉറപ്പ് തന്നെയാണ്. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന് കാവലായിട്ട് ദൈവമുണ്ടായിരുന്നു. ശാന്തമായിട്ട് പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഭ എന്ന് പറയുമ്പോൾ ആദിമ കാലഘട്ടത്തില് വിശ്വാസം സ്വീകരിച്ച വിശ്വാസികൾ അവര് കൂട്ടമായിട്ട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതാണ് വചനം പറയുന്നത്. തീഷ്ണമായിട്ട് വിശ്വാസികൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഭ അത് ദൈവത്തിൻ്റെ ജനമാണ്. ഹൈറാർക്കി മാത്രമാണ് സഭയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വിശ്വാസ സമൂഹം, ഹൈറാർക്കി, മേലധികാരികൾ എല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ സഭയാകുന്നു. സഭയുടെ വിശ്വാസ സമൂഹം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. വിശ്വാസികള് സഭാ നേതൃത്വം ഏറെ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടില് ലോകം ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ 3-ാമത്തെ ചാക്രി ലേഖനം ഈ അടുത്ത ദിവസങ്ങളിലാണ് പ്രകാശിതമായത്. ഫ്രത്തല്ലേ തൂത്തി, എല്ലാവരും സഹോദരർ എന്നാണ് ചാക്രിയ ലേഖനത്തിന്റെ പേര്. മഹാവിശുദ്ധനായ ഫ്രാൻസിസ് അസിസി എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെയും പ്രകൃതിയെയും സഹോദര എന്നാ വിളിച്ചിരുന്നു. എല്ലാറ്റിനെയും സഹോദരതുല്യം സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു ഫ്രാൻസിസ് അസിസി പുണ്യവാൻ. ആ പേര് സ്വീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ 3-ാമത്തെ ചാക്രി ലേഖനമാണ് എല്ലാവരും സഹോദരർ. ഈ ചാക്രി ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ മാർപ്പാപ്പ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു: വിഘടനവാദം, അക്രമം, ഭീകരവാഴ്ച ലോകവ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. വിഘടനവാദം രാജ്യങ്ങളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. രാജ്യങ്ങളെ മുറിച്ചു മാറ്റത്തക്ക വിധം ഭിന്നതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ, മനുഷ്യനെ കൊല്ലുന്നു. ഒത്തിരിയേറെ അതിക്രമങ്ങൾ നടക്കുന്നു. ഭീകരവാഴ്ച ലോക വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അസന്നിഗ്ധമായിട്ട് അവിടെ ആ പുസ്തകത്തിൽ, ചാക്രി ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ജാതി, മത, വർഗ, ദേശവ്യത്യാസങ്ങളുടെ പേരിലുള്ള ചേരിതിരിവുകൾ വർദ്ധിച്ചിരിക്കുന്നു. ജാതിയുടെ പേരിലുള്ള ചേരിതിരിവുകൾ, മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിലുള്ള ചേരിതിരിവ് ഒത്തിരിയേറെ ലോകമെമ്പാടും വർദ്ധിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ നമ്മൾ കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ തന്നെയാണ്. സ്നേഹം നഷ്ടപ്പെടുന്നു, സൗഹൃദം നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, അസമാധാനം ലോകമെമ്പാടും വളരുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ സ്വസ്ഥതയില്ല. ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളില് അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം, ശിഷ്യന്മാരെ ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു.
ശിഷ്യന്മാരെ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. ആരാണ് ഈ ക്രിസ്ത്യാനികൾ? ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തു നൽകിയ വചനമനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന പേര് നമുക്ക് ലഭിച്ചതുകൊണ്ട് ഒരു ക്രിസ്തു സാക്ഷ്യമാകുന്നില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷണം ഇതാണ്, പരസ്പരം സ്നേഹിക്കുക. ഒരു ക്രിസ്ത്യാനിയെ അളക്കുന്ന അളവുകോല് സ്നേഹത്തിൻ്റെ അളവുകോലില്ല. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ, അക്രമം, കൊലപാതകം, വിഭാഗീയത, ജാതി മത വർണ്ണത്തിൻ്റെ പേരിലുള്ള ചേരിതിരിവുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നവര് അത് സ്നേഹത്തിൽ നിന്നല്ല, വെറുപ്പിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്. അപ്പോൾ അവരി പ്രവർത്തിക്കുന്ന അരൂപി പിശാചാണ്, തിന്മയുടെ ആത്മാവാണ്. ഈ തിന്മയുടെ ആത്മാവ് അവിടെ ഹൃദയത്തെ, ബുദ്ധിയെ, മനസ്സിനെ അന്ധമാക്കിയിരിക്കുക. സ്നേഹത്തിൻ്റെ ആഴമായ അനുഭവങ്ങളിലേക്ക്, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കൊന്നും അവർക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. അവർ പഠിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു. സ്നേഹത്തിൻ്റെ പാഠങ്ങൾക്കപ്പുറം അക്രമത്തിൻ്റെ പാഠങ്ങൾ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ചുണ്ടുകളിൽ ഉരുവിടുന്ന അനേക മനുഷ്യർ ലോകമെമ്പാടും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അതിജീവിക്കാനുള്ള വഴി സഭ ഒന്നു ചേർന്ന് തീഷ്ണമായിട്ട് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ, അതിശക്തമായ ഇടപെടൽ ഉണ്ടാവും. സംശയിക്കണ്ട, അത് സംഭവിക്കും. സ്വർഗം ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കി. തൻ്റെ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നത്, കഴുത്തറ്റ് വീഴുന്നത്, ബോംബ് സ്ഫോടനങ്ങൾ മരിക്കുന്നത്, ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നത് ദൈവമായ കർത്താവ് കാണുന്നുണ്ട്. 8-ാമത്തെ വചനം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. 9-ാമത്തെ വചനം പറയുന്നു, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം മാനവരാശി കാണുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുവിലൂടെയാ മാനവരാശി ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നത്. ആ സ്നേഹത്തിൻ്റെ ആഴമായ അനുഭവമുണ്ടായ വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി. ആ പുണ്യവാന്റെ ജീവിതം ക്രിസ്തുവിനെ അതേപടി ലോകത്തിന് കൊടുക്കുന്ന ഒരു ജീവിതമായിരുന്നു. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തുവിനെ എന്നിലൂടെ, നിന്നിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ മുഖമുദ്ര സ്നേഹമാണ്. സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. കഴുത്തറക്കുമ്പോഴും സഹോദര, നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന സ്നേഹം. ദേവാലയങ്ങൾ ബോംബ് വെച്ച് തകർക്കുമ്പോൾ, തകർന്നു വീഴുമ്പോൾ അത് ചെയ്തവരോട് നിരുപാധികം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം. കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ഈ സ്നേഹം നമുക്ക് കാണിച്ചു തന്നത്. ക്രൈസ്തവന്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം. നമ്മളെ ദേഷിക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ
പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം തുടർന്ന് ചാക്രി ലേഖനത്തിൽ പറയുന്നുണ്ട്: വിശാലമായ ഒരു ഹൃദയം, തുറന്നു വയ്ക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടാവണം. എല്ലാവരെയും ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഹൃദയം. മാനവരാശി ഒരു കുടുംബമാണ്. മാനവരാശി ഒരു കുടുംബമാണ്. ഈ ചാക്രി ലേഖനത്തില് 4-ാം അധ്യായത്തില് പരിശുദ്ധ പിതാവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതുണ്ട്: നിങ്ങൾ ജനിച്ച മണ്ണിൽ നിങ്ങൾ ജീവിക്കണം. നാടും വീടും വിട്ട് കുടിയേറുന്നതിനെ ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വന്തം നാട്, ജനിച്ച നാട്, വീട്, അത് വിട്ട് മറ്റൊരു നാട്ടിലേക്കുള്ള കുടിയേറ്റം ഇന്ന് ധാരാളമായിട്ട് നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നും അനേകം യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ കുടിയേറി അവിടെ താമസിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്നു. പരിശുദ്ധ പിതാവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുക: നീ ജനിച്ച മണ്ണിൽ, ജനിച്ച നാട്ടിൽ അവിടെ ജീവിക്കാൻ നിനക്ക് കഴിയണം. ഇനി തുടർന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു: ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വർഗീയ കലാപങ്ങൾ, അതിലൂടെ എല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഇടം നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലാതെ ജനിച്ച നാടും വീടും മണ്ണും ഉപേക്ഷിച്ച് കുടിയേറണ്ട എന്നാണ് ഇവിടെ പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ച നാട്ടില് നമുക്ക് ജീവിക്കണം. ജനിച്ച നാടിനെ ഓർത്ത്, നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമുക്ക് കൂടുതൽ അഭിമാനിക്കാനായിട്ട് കഴിയണം. ഇവിടെ പഠിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ ജോലി ചെയ്ത്, ഇവിടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തണം. വർഗീയ കലാപങ്ങളില് ഭവനം നഷ്ടപ്പെട്ടവര്, ജീവിതത്തില് സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ട ജനലക്ഷങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. അമ്മമാര് കുഞ്ഞുങ്ങളെയുമായിട്ട് പാലായനം ചെയ്യുക. പുരുഷന്മാര് വധിക്കപ്പെടുന്നു. അതിക്രൂരമായ പീഡകളിലൂടെ ദൈവത്തിന്റെ ജനം കടന്നു പോകുക. സഭയുടെ ആദിമ ചരിത്രം മുതൽ ഇത് നമ്മൾ കാണുക. നമ്മൾ ആദ്യം കണ്ടു ഹെരോദേസിന്റെ പീഡനം. യാക്കോബിനെ വധിച്ചു, പത്രോസിനെ കാരാഗ്രഹത്തിന്റെ ഉള്ളിലടച്ചു. ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കാവലിരുന്ന ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. സഭ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ദാ പത്രോസിന്റെ ചങ്ങലകളൊക്കെ ഊരിപ്പോകുകയാണ്. ആ ജയിലിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. ദൈവദൂതന്മാര് പത്രോസിനെ തെരുവിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് പത്രോസിന് മനസ്സിലാക്കുന്നത്, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. തടവറയ്ക്കുള്ളിൽ നിന്ന് പത്രോസിനെ ദൈവമായ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. സകല തടവറകളും കർത്താവ് ഭേദിക്കും. യേശുവിനെ അടക്കിയ കല്ലറ ഭേദിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തു തന്നെയാ എൻ്റെയും നിങ്ങളുടെ ദൈവം. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ കൂടെ അവനുണ്ട്. അവൻ ചങ്ങലകളെ പൊട്ടിക്കും, ജയിൽ അഴികളെ തുറക്കും, അടയ്ക്കപ്പെട്ട കല്ലറകൾ തുറക്കപ്പെടും. നമ്മുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട വഴികളും വാതിലുകൾ തുറക്കുവാൻ കർത്താവ് നമുക്ക് മുൻപേയുണ്ട്. വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരായി, തീഷ്ണതയുള്ളവരായിട്ട് നമുക്ക് മാറാം. ഹല്ലേലൂയ. പത്രോസ് പുറത്തിറങ്ങി വന്നു. കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സഹനങ്ങളില്, പീഡകളില്
നമ്മെ ശക്തിപ്പെടുത്താൻ അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഇറ്റലിയിൽ ഒരു വൈദികൻ വധിക്കപ്പെട്ടു. ആ വൈദികന്റെ പേര് സെപ്റ്റംബർ 15-ാം തീയതിയാണ് സംഭവം നടന്നത്. ഫാദർ റോബർട്ടോ മാൽഗസിനി. ഫാദർ റോബർട്ടോ മാൽഗസിനി എന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ. ഇറ്റലി എന്ന രാജ്യത്ത് കുടിയേറി പാർക്കാൻ വന്ന വ്യക്തികൾ ആ സമൂഹത്തോട് കരുണ കാണിച്ചുകൊണ്ട് ആ കുടിയേറ്റക്കാർക്ക് ഭക്ഷണം എല്ലാ ദിവസവും എത്തിച്ചു കൊടുക്കുന്ന, വിളമ്പിക്കൊടുക്കുന്ന വിശുദ്ധനായ ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭീകരൻ പിന്നിൽ നിന്ന് വന്ന് കുത്തി മാരകമായിട്ട് മുറിവേറ്റ ആ വന്ധ്യ പുരോഹിതൻ മരിച്ചു. സെപ്റ്റംബർ 15-ാം തീയതി ഇറ്റലിയിൽ നടന്ന ഒരു സംഭവമാണിത്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നു. ഒരു ദിവസം 8 ക്രൈസ്തവർ ലോകത്തിൽ വധിക്കപ്പെടുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പറയുന്നത്. പല കണക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ക്രൈസ്തവർ വധിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ. അതൊക്കെ പൂർണ്ണമായിട്ടുള്ള കണക്കുകളാണോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇതിലും ഏറെ ആയിരിക്കാം വധിക്കപ്പെടുന്നത്. ഇറ്റലിയിൽ വധിക്കപ്പെട്ട ആ പുരോഹിതനെ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എല്ലാവിധ സിവിലിയൻ ബഹുമതി, ഉന്നതമായ ബഹുമതി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചത് മരണത്തിന് ശേഷം. കുടിയേറ്റക്കാർക്ക് സംരക്ഷണം കൊടുത്ത് ആഹാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പല രാജ്യങ്ങളിലും കുടിയേറ്റക്കാര് അക്രമം അഴിച്ചുവിടുന്നുണ്ട്, ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. ആ രാജ്യത്ത് സമാധാനമായിട്ട് ജീവിച്ചവർക്ക് ഇന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ എവിടെ ജീവിച്ചാലും സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മാറണം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, എല്ലാവരും സഹോദരന്മാരാണ്. നമ്മൾ അവരെ സഹോദരതുല്യം സ്നേഹിക്കുമ്പോൾ തിരിച്ച് അവരും നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു കടപ്പാട് അവർക്കുണ്ട്. നമ്മൾ ആരെ സ്നേഹിച്ചാലും അവർക്ക് നമ്മളെ തിരിച്ചു സ്നേഹിക്കാനുള്ള ഒരു കടപ്പാടുണ്ട്. നമ്മുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ക്രൈസ്തവ വിശ്വാസ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെയേറെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുക. ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പുതിയ ദേവാലയങ്ങൾ പണിതുയർത്തുന്നുണ്ട്. പല ദേവാലയങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കുണ്ട്. 10 കോടി 20 കോടി 30 കോടിയൊക്കെ രൂപ മുടക്കിയാണ് ദേവാലയങ്ങൾ പണിയുന്നത്. ദൈവത്തിൻ്റെ ആലയം മനോഹരമായിട്ട് പണിയണം, അത് ഞാൻ സമ്മതിക്കുന്നു. യേശു ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകരും. എന്നിട്ട് യേശു പറയുക, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും. ശിഷ്യന്മാർക്കോ ജനക്കൂട്ടത്തിന് ഇത് മനസ്സിലായില്ല. യേശു പറഞ്ഞത് തൻ്റെ തന്നെ ശരീരമാകുന്ന ദേവാലയം തകർക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തി നിൽക്കും.
നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റവനായ യേശു. ഞാൻ പറഞ്ഞു വരുന്നത്, കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ ദേവാലയ സമുച്ചയങ്ങൾ നമ്മൾ പണിതുയർത്തുമ്പോൾ 20, 25, 30 വർഷം കഴിഞ്ഞ് ഈ ദേവാലയങ്ങളിൽ യേശുവിനെ ആരാധിക്കുവാൻ, ബലി അർപ്പിക്കുവാൻ ദൈവജനത്തിൻ്റെ ഒരു സമൂഹം ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അനേകം യുവാക്കന്മാര്, യുവതികള് വിശ്വാസം പൂർണ്ണമായിട്ട് വിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അവര് ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്, സയൻസ്, നിരീശ്വരവാദം, ഭൗതികവാദം, ഇതിൻ്റെയൊക്കെ പിന്നാലെ നമ്മുടെ യുവാക്കന്മാർ, യുവതികളൊക്കെ ധാരാളം പോയിക്കൊണ്ടിരിക്കുക. വിശ്വാസം ക്ഷയിച്ച ഒരു യുവതലമുറയെ നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടിയുറച്ച വിശ്വാസം കൊടുക്കുക. ഇതിന് മാതാപിതാക്കന്മാർ കൂടുതൽ തീഷ്ണമായിട്ട് പരിശ്രമിക്കണം. കോടികൾ മുടക്കി ദേവാലയങ്ങൾ പണിതുയർത്തുന്ന നമ്മൾ ചിന്തിക്കേണ്ട മറുവശമുണ്ട്. നമ്മുടെ സഭയില് ഓരോ ഇടവകയിലും ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് 30, 35, 40 വയസ്സായ സഹോദരിമാരുണ്ട്. അവർക്കൊരു വിവാഹ ജീവിതം ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, എത്രയോ പാവപ്പെട്ട കുട്ടികള്, നന്നായിട്ട് പഠിക്കുന്നവര്, അവർക്ക് പഠിക്കുവാനായിട്ട് പണമില്ല. പലപ്പോഴും നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും അവർക്ക് അഡ്മിഷൻ പോലും കിട്ടാറില്ല. അങ്ങനെ പഠനം നഷ്ടപ്പെട്ടവരുണ്ട്. നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങള്, പ്രത്യേകിച്ച് പാവപ്പെട്ട വീടുകളിലെ ക്രൈസ്തവരായ കുട്ടികള്, പഠിക്കാൻ കഴിവുള്ള കുട്ടികള്, അവരെ സഭാ നേതൃത്വം ഏറ്റെടുക്കണം, ഇടവക ഏറ്റെടുക്കണം. അവരുടെ പഠനത്തിൻ്റെ ചെലവ് വഹിച്ച് അവരെ പഠിപ്പിക്കണം. ഉന്നതമായ ഒരു ലക്ഷ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് പഠിച്ച ഉയരങ്ങളിൽ എത്തിച്ചേരണം. പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിൽ നമ്മുടെ കുട്ടികൾ ജോലിക്ക് കയറേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. എല്ലാവരും എൻജിനീയറിങ്ങും ഡോക്ടേഴ്സും ഒക്കെ ആകാനുള്ള പരിശ്രമത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗവൺമെൻറ് സർവീസിൽ ക്രൈസ്തവരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുക. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾ പഠിക്കണം, PSC ടെസ്റ്റ് എഴുതണം, ജോലി വാങ്ങിക്കണം. ഗവൺമെൻറ്റിൻ്റെ ജോലി കേന്ദ്രങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഉന്നതമായ ജോലി സ്ഥലങ്ങളിൽ എത്തിച്ചേരണം. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വലിയ ലക്ഷ്യമുണ്ടാകണം, IAS, IPS, അതുപോലെ LLB, ജുഡീഷ്യറിയിൽ ജഡ്ജിമാരാകുക. അങ്ങനെ ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു വരണം. അപ്പോൾ ഒരു ഒന്നിച്ചേർന്നുള്ള ഒരു പരിശ്രമത്തിലൂടെ നമ്മുടെ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിച്ച ഉയരങ്ങളിൽ എത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കുടിയേറ്റത്തിൻ്റെ ശ്രമങ്ങൾ വിട്ടിട്ട് നമ്മൾ ജനിച്ച മണ്ണിൽ തന്നെ മാന്യമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ ഒരു ചിന്തയിലേക്ക് യുവാക്കന്മാർ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പഠിച്ചു വരുന്ന കുട്ടികൾ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ബോധ്യം നമ്മൾ കൊടുക്കണം.
പഠിക്കാൻ ഒരു മാർഗങ്ങളുമില്ലാത്ത കുട്ടികളെ സഭയും സഭാ നേതൃത്വവും ഇടവകയൊക്കെ ഏറ്റെടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ ഉയരങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള വലിയ ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. വിശ്വാസികൾ സഭയെ സ്നേഹിക്കുന്നവരാകണം, സമുദായത്തെ സ്നേഹിക്കുന്നവരാകണം. നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഭിന്നത, വിഭാഗ്യത. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. റീത്താണ് വരുത്, യേശുക്രിസ്തുവാണ് വരുത്. സഭാ വിഭാഗങ്ങൾ തമ്മിൽ തർക്കങ്ങള്, കേസുകള്, പ്രശ്നങ്ങള്. ആരാണ് ഒന്നാമൻ? ഏത് അതിക്രമവും ചെയ്തുകൊണ്ട് ദേവാലയങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് ക്രൈസ്തവർ തമ്മിൽ പോരടിക്കുന്ന സങ്കടകരമായ കാഴ്ചകൾ. സമൂഹത്തിൽ നമ്മൾ അപമാനിക്കപ്പെടുകയല്ലേ? ക്രിസ്തു അപമാനിക്കപ്പെടുകയല്ലേ? നമ്മൾ തിരിച്ചറിയണം, ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ ഒന്നിച്ചു ചേരേണ്ട കാലം ആയിക്കഴിഞ്ഞു. ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ, യേശുക്രിസ്തുവിനെ രക്ഷകനായി, നാഥനായി, സത്യതയുമായി അംഗീകരിക്കുന്ന എല്ലാവരും ഒന്നിച്ചു ചേരേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ്? നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നാവണം. ഭിന്നതകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറണം. ആഴമായ സഭാസ്നേഹത്തിലേക്ക്, പ്രത്യേകിച്ച് നേതൃത്വത്തെ അംഗീകരിക്കണം. പിതാക്കന്മാരെ, വൈദികരെ അംഗീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇന്ന് അനേക വ്യക്തികൾ അങ്ങനെ അല്ല. സഭാ നേതൃത്വത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തെറ്റുകാരായി ചിത്രീകരിക്കുന്നു. ഇതൊന്നും വിശ്വാസ സമൂഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ തന്നെ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണർന്ന് ചിന്തിക്കണം. കണ്ണുകൾ ഉയർത്തി നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കാണണം. ഉയർന്നു നിൽക്കുന്ന കോടികൾ മുടക്കി പണിത ദേവാലയങ്ങളിൽ 10-30 വർഷം കഴിഞ്ഞ് ആരാധിക്കാൻ ക്രൈസ്തവ സമൂഹം ഉണ്ടാകണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. നമ്മുടെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിപ്പിക്കണം. പെൺകുട്ടികളെ 20-നും 25-നും വയസ്സിന് മുൻപ് വിവാഹം കഴിപ്പിക്കണം. ആൺകുട്ടികളും അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് 25 വയസ്സിന് മുന്നേ വിവാഹം കഴിക്കുക. ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ച് ധാരാളം മക്കൾക്ക് ജന്മം കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 5 കുട്ടികളെങ്കിലും ഒരു കുടുംബത്തിലുണ്ടാവുക. വരും കാലങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങൾ നിറഞ്ഞിരിക്കണമെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ ആള് വേണമെങ്കിൽ ഇതിനൊരു തീരുമാനമെടുക്കണം. ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ 30 വയസ്സ് 32 വയസ്സ് ഒക്കെ വിവാഹം കഴിക്കുന്നു. ഇന്ന് ഒരമ്മ എന്നെ വിളിച്ചു. അമ്മയുടെ മകന് 40 വയസ്സായി, ഇതുവരെ വിവാഹം നടന്നിട്ടില്ല. ഈയിടെ ഒരമ്മ പറയുക, 32 വയസ്സായ മകള് ഇപ്പോഴും പറയുന്ന എനിക്ക് വിവാഹം വേണ്ട. ഇനി എന്ന് വിവാഹം കഴിക്കാനാ? ഇത് വലിയ ഒരു തകർച്ചയാണ്, വലിയ ഒരു പരാജയമാണ്. നമ്മുടെ വിശ്വാസ സമൂഹം, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാര് മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ എത്രയോ പെൺകുട്ടികൾ വിജാതിയോടൊപ്പം വിവാഹം കഴിച്ചു പോകുന്നു. നമ്മുടെ കുട്ടികൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴങ്ങള് മാതാപിതാക്കന്മാർ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുടുംബങ്ങളാ നവീകരിക്കപ്പെടേണ്ടത്. സഭാ നേതൃത്വത്തെ വിമർശിക്കുന്നവർ ഓർക്കണം, മാതാപിതാക്കന്മാരാ കുടുംബത്തിന്റെ രക്ഷ, മാതാപിതാക്കന്മാരാ മക്കളുടെ രക്ഷ.
മക്കളെ വിശ്വാസത്തില് വളർത്തേണ്ട കടമ മാതാപിതാക്കന്മാർക്കാ. കുടുംബത്തില് സാക്ഷ്യം കൊടുക്കേണ്ടത് മാതാപിതാക്കന്മാരാ. വൈദികരെയും സഭാ നേതൃത്വത്തെയും മാതാപിതാക്കന്മാരെ ആക്ഷേപിച്ചിട്ട് ഒരർത്ഥവുമില്ല. മക്കൾക്ക് വേണ്ടതെല്ലാം ആഡംബരം അല്ലെ എന്ത് വേണോ അതെല്ലാം കൊടുത്തു വളർത്തുന്ന എത്രയോ മാതാപിതാക്കന്മാരെ വിശ്വാസം കൊടുക്കാൻ മറന്നുപോയി. വിദ്യാഭ്യാസം കൊടുത്തു, വിശ്വാസം കൊടുക്കാൻ മറന്നുപോയി, ക്രിസ്തുവിനെ കൊടുക്കാൻ മറന്നുപോയി. മക്കൾ വഴിവിട്ടു പോകുന്നു, അന്യമതസ്ഥന്റെ കൂടെ പോകുന്നു. എത്രയോ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയം പൊട്ടി കരയുക. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകള്, 2 മക്കളേ ഉള്ളൂ. ഒരു കുട്ടി ഓട്ടിസം ബാധിച്ച ഒരു ആൺകുട്ടി, ഒരു മകളുണ്ട്. അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് ജോലിയായി. അവളൊരു അക്രൈസ്തവൻ്റെ കൂടെ പോയി രജിസ്റ്റർ ചെയ്തു, അവൻ്റെ കൂടെ ജീവിക്കുക. ഒരപ്പൻ്റെ കണ്ണുനീര്, ഒരമ്മയുടെ കണ്ണുനീര് എത്ര വലുതാ. അവരുടെ ഹൃദയത്തിൻ്റെ വേദന ആരോട് പറയും? ജീവിതത്തില് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പോലെ അവർ ജീവിക്കുക. ആ വീട് ഒരു മരണ വീടിന് തുല്യമായിരുന്നു. മാതാപിതാക്കന്മാരെ, നമ്മുടെ മക്കൾ കൈവിട്ടു പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാര് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം. വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഹല്ലേലൂയ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ കുടുംബത്തില് മക്കൾക്ക് ജോലികൾ ചെയ്യാൻ താല്പര്യമില്ല. എത്രയോ ചെറുപ്പക്കാരാണെന്നറിയാമോ, ഒരു പണിക്ക് പോകത്തില്ല. മാതാപിതാക്കന്മാർ അധ്വാനിച്ചു കൊണ്ടിരുന്നത് അത് തിന്ന് ജീവിക്കുന്നവർ. അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാരികളൊക്കെ ഉണ്ട്. ഇത് പാടില്ല. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. ഏത് ജോലിയിലും അതിന് മഹത്വമുണ്ടെന്ന് തിരിച്ചറിയണം. എല്ലാ ജോലിയിലും അതിൻ്റെതായ മഹത്വമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. 3 കുട്ടികളുടെ അപ്പനാണ്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട കുടുംബത്തെ പോറ്റുന്നത്, വളർത്തുന്നത്. പല കാര്യങ്ങൾ ചെയ്തു. അവസാനം ഇപ്പോൾ ഇതാ സൈക്കിളിൽ മീൻ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു തൊഴിൽ തിരഞ്ഞെടുത്തിരിക്കുക. മീൻ കച്ചവടം നല്ല ലാഭമാണ്. അദ്ദേഹം പറയാം, നല്ല ലാഭമാണ്. നേരത്തെ നാണക്കേടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സൈക്കിളിൽ ഈ പ്ലാസ്റ്റിക് പോലുള്ള ഈ ബേസിന് അതിനകത്ത് മീനൊക്കെ മേടിച്ചിട്ട് വീടുകളിൽ കൊടുത്ത് ബിസിനസ് നടത്തുക. 3 മക്കളെയും കുടുംബത്തെ പോറ്റുവാനായിട്ട്. ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ ഒരു നാണക്കേടുമില്ല. ഹല്ലേലൂയ. ഏത് തൊഴിൽ ചെയ്യാനും ഒരു നാണക്കേട് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അധ്വാനിച്ചു ജീവിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരം. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായത്തിന്റെ 34-35 വചനങ്ങൾ. പൗലോസ് അപ്പസ്തോലൻ എത്ര തീഷ്ണമതിയായ സുവിശേഷകനായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തു. പൗലോസിന്റെ കഴുത്തു വെട്ടിയാകുന്നത് ആദ്യമേ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാ. ആ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞ ഒരു വചനം ഞാൻ വായിക്കുകയാണ്. എൻ്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പസ്തോലൻ പറയുക, എൻ്റെ ഈ കൈകൾ അധ്വാനിച്ചത്. അപ്പസ്തോലൻ കൂടാര പണിക്കാരനായിരുന്നു. എൻ്റെ ഈ കൈകളാ അധ്വാനിച്ച് ഞാൻ ജീവിച്ചത്. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. നമ്മൾ അധ്വാനിക്കണം. അനേക വ്യക്തികൾ കരിസ്മാറ്റിക് ജ്ഞാനമൊക്കെ കൂടി ദൈവാനുഭവം ആയിക്കഴിഞ്ഞപ്പോൾ ബിസിനസ് നിർത്തി. അവർ പറയുന്നു, ബിസിനസ് ചെയ്താൽ അതിനകത്ത് കള്ളത്തരമുണ്ട്, അങ്ങനെ പരാതിയുണ്ട്, അവിടെ ബിസിനസ് വേണ്ട. അത് അവസാനിപ്പിച്ചു. ചിലര് നല്ല കഴിവുള്ളവരാ, നന്നായിട്ട് പ്രസംഗിക്കും, നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ള വ്യക്തികളാ.
രാഷ്ട്രീയ രംഗത്ത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാ. ധ്യാനം കൂടി ഒരു ദൈവാനുഭവമായി രാഷ്ട്രീയ രംഗമൊക്കെ വിട്ടു. അങ്ങനെ പല രംഗങ്ങളിൽ നിന്നും പലരും ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങി. കഴിവുള്ളവർ സാംസ്കാരിക രംഗം, കലാരംഗം, അവിടെ നിന്നൊക്കെ അനേക ക്രൈസ്തവർ പിൻവാങ്ങി. ഇത് നമുക്ക് പറ്റിയ വലിയൊരു വീഴ്ചയാ. ഫ്രത്തറിലെ തുതി എല്ലാവരും സഹോദരർ. മാർപ്പാപ്പയുടെ ഈ ചാക്രി ലേഖനം 5-ാം അധ്യായത്തില് മാർപ്പാപ്പ പറഞ്ഞ ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹ ശുശ്രൂഷയായി രാഷ്ട്രീയത്തെ കാണണം. സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് രാഷ്ട്രീയം. കറയറ്റ രാഷ്ട്രീയ ജീവിതം നയിക്കുവാൻ, പൊതുപ്രവർത്തനം നടത്തുവാൻ ക്രൈസ്തവർ ഇറങ്ങി വരണം. എല്ലാവരെയും സഹോദരരായി കണ്ടുകൊണ്ട് അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണം. ജാതിയോ നിറമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ കണ്ടുകൊണ്ട്, സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് അവരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കണം. രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനം ഉദാത്തമായ വിളിയും നിയോഗവുമായി മാർപ്പാപ്പ വിശദീകരിക്കുന്നു. അഴിമതി രഹിതമായ ഒരു രാഷ്ട്രീയ ഉണ്ടാകണം. അവിടെ പറയുകയാണ്, ഉദാത്തമായ വിളിയും നിയോഗവുമാണ് രാഷ്ട്രീയം. കത്തോലിക്ക വിശ്വാസികള് രാഷ്ട്രീയ രംഗത്തുനിന്ന് പിന്മാറാൻ പാടില്ല. ശക്തമായിട്ട് രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിക്കണം. വരുന്ന നാളുകളിൽ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങള്, വിദ്യാഭ്യാസമുള്ളവര്, അറിവുള്ളവര്, കഴിവുള്ളവര്, നേതൃപാഠമുള്ളവര് ഇലക്ഷനിൽ മത്സരിക്കണം. എന്തിനു വേണ്ടിയാ? ജനത്തെ സേവിക്കാൻ. കറയറ്റ ഒരു പൊതുപ്രവർത്തന ജീവിതം ഉണ്ടാവണം. ക്രിസ്തുവിനെ രാഷ്ട്രീയത്തിന് മഹത്വപ്പെടുത്തുവാൻ, അവന് സാക്ഷിയായി നിൽക്കുവാൻ നമുക്ക് കഴിയണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിയ ലേഖനത്തിലൂടെ നമ്മെ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയക്കാര്, അഴിമതിക്കാരുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. വഞ്ചന ചെയ്യുന്നവരുണ്ട്, കുതികാൽ വെട്ടുന്നവരുണ്ട്, ചതിക്കുന്നവരുണ്ട്, ഒക്കെ സത്യമായിരിക്കാം. ആ രംഗത്ത് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ നേതൃപാഠമുള്ളവര്, നന്നായിട്ട് സംസാരിക്കുവാൻ കഴിവുള്ളവര്, ഞാൻ പറയുന്നു നല്ല വിദ്യാഭ്യാസമുള്ളവര്, PG എങ്കിലുമൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരൊക്കെ ഇറങ്ങണം പൊതുജനത്തെ സേവിക്കുവാൻ. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇത് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു നിയോഗമാണ്, ഒരു വിളിയാണ്, ഒരു ദൈവ വിളിയാണിത്. അനേകരെ സേവിക്കുവാൻ, അനേകർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു വലിയ വിളിയാണ്. അതുകൊണ്ട് ഈ വിളി നഷ്ടപ്പെടുത്തരുതെന്ന് തന്നെയാണ് എനിക്കിതും കൂടെ പറയാനുള്ളത്. ഹല്ലേലൂയ. ഇതേക്കുറിച്ച് നമുക്ക് നന്നായിട്ട് ചിന്തിക്കണം. രാഷ്ട്രീയ രംഗത്തൊക്കെ ക്രിസ്ത്യാനികൾ ശക്തരായിട്ട് മാറണം. വരുന്ന ആളുകളിൽ നന്നായിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കാം. ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷി ആയിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമേ, നമ്മളൊന്ന് ഓർത്തേ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താ? എൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് ഞാൻ അധ്വാനിച്ചത്. അധ്വാനിച്ച് ജീവിക്കണം. ഏതു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം. നമ്മുടെ എത്രയോ യുവാക്കന്മാരാ മദ്യത്തിൻ്റെ അടിമകളാ,
കഞ്ചാവിന്റെ അടിമകളാ, മറ്റു മയക്കുമരുന്നിന്റെ അടിമകളാ. ഇന്നത് വിറ്റഴിക്കുന്നവർ പലപ്പോഴും അത് ഉപയോഗിക്കത്തില്ല. എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളിലെ യുവാക്കന്മാരാണ് ലഹരിക്കടിമകളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നാൾ മുമ്പ് ഒരമ്മ എന്നോട് പങ്കുവെച്ചൊരു അനുഭവം. ആ അമ്മയ്ക്കുള്ള ഒരേ ഒരു മകൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരുമൊക്കെ ആയിട്ട് കൂടി കഞ്ചാവിനടിമയായി, ലഹരിക്കടിമയായി, മയക്കുമരുന്ന് കുത്തിവെക്കുക, എന്തൊക്കെയോ പല പരിപാടികൾക്ക് പോയി. അതുകൂടാതെ സാത്താൻ ആരാധനക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. അവരുമായിട്ട് കൂടി സാത്താൻ ആരാധന, ലഹരി, വ്യഭിചാരം, മദ്യപാനം, സ്വർഗഭോഗം, സകലമിളച്ച പാപങ്ങൾ. അങ്ങനെ ജീവിച്ച അവസാനം ഇതാ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ മാനസിക രോഗിയായിട്ട് തീർന്നിരിക്കുക. ഒരമ്മ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു മകനായത് മാനസിക രോഗിയായി. മാനസിക രോഗ ആശുപത്രി ട്രീറ്റ്മെന്റില്ല, ജീവിതം നഷ്ടപ്പെട്ടു. മാതാപിതാക്കന്മാരെ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ അവരെ വിശ്വാസത്തിൽ വളർത്തണം. തീഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പലർക്കും ഒത്തിരി ആഗ്രഹമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറുക. കാനഡയിലും UK യിലും സ്വീഡനിലും ബെൽജിയത്തിലും അമേരിക്കയിലും ഒക്കെ കുടിയേറി അവിടെ PR ഒക്കെ കിട്ടി അവിടെ താമസിക്കുക. എല്ലാം സുഭിക്ഷമാണ് എന്നാണ് വിചാരിക്കുന്നത്. തെറ്റിപ്പോയി. ഇന്ന് ആ രാജ്യങ്ങളൊന്നും വേണ്ടവണ്ണം സുരക്ഷിതത്തിന് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അവിടെ പ്രത്യേകിച്ച് കാനഡയിലും UK യിലൊക്കെ എത്രയോ ദേവാലയങ്ങളാ അടച്ചുപൂട്ടിക്കിടക്കുന്നത്, വിൽക്കുവാനിട്ടിരിക്കുകയാ. വിശ്വാസം ക്ഷയിച്ചു പോയിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവിടെ യുവാക്കന്മാർക്ക് വിവാഹം കഴിക്കേണ്ട, സ്വർഗഭോഗത്തിന് അടിമകളായിട്ട് ജീവിക്കുന്നു. ചില രാജ്യങ്ങളിൽ നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാം. സ്ത്രീകള് അവർക്ക് വിവാഹം വേണ്ട, കുഞ്ഞുങ്ങളും വേണ്ട, സ്വർഗഭോഗത്തിനും ലഹരിക്കും അടിമകളായിട്ട് ജീവിക്കുന്ന യുവതികൾ. അങ്ങനെ ക്രൈസ്തവ സമൂഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ നശിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനസംഖ്യ കുറഞ്ഞുപോയി, ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു. ഇന്ന് ദേവാലയങ്ങളിൽ യേശുവിനെ ആരാധിക്കാൻ ആളില്ല, വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു പോയി. ഇതേ അനുഭവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കന്മാർ ഉണരണം, സഭാ നേതൃത്വം ഉണരണം, വൈദികർ ഉണരണം, സന്യാസിനികൾ ഉണരണം, വചനപ്രഘോഷകർ ഉണരണം. ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിൽ അത് വലിയ വീഴ്ചയായിരിക്കും, വലിയ വീഴ്ചയായിരിക്കും. അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത വീഴ്ചയിലേക്ക് പോകുന്നതിന് മുൻപ് ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ചാക്രിയ ലേഖനത്തില് 8-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: മതങ്ങളും വിശ്വസാഹോദര്യവും. അതേക്കുറിച്ചാണ് ആ അധ്യായത്തിൽ പിതാവ് വിശദീകരിക്കുന്നത്. അവിടെ പരിശുദ്ധ പിതാവ് പറയുന്നു, മത മൗലികവാദം ലോകമെമ്പാടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഗീയ വൈര്യം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ്. ദൈവത്തിന്റെ പേരിൽ യുദ്ധങ്ങളും കലാപങ്ങളും ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സ്നേഹമല്ലേ? ഉറപ്പായിട്ടും ദൈവം സ്നേഹമാ. ദൈവത്തിന്റെ പേരില് യുദ്ധങ്ങള്, ദൈവത്തിന്റെ പേരില് കലാപങ്ങൾ നടക്കുകയാ. ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. വെള്ളക്കാരനെന്നോ കറുത്ത വർഗക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും സഹോദരങ്ങളാണ്.
അക്രമങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ പരിശുദ്ധ പിതാവ് പറയുകയാണ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെയേറെ കൂടിക്കഴിഞ്ഞു. പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പിതാവ് പറയുക, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും സ്നേഹത്തിൽ ഒന്നായിത്തീരണം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും സ്നേഹത്തിൽ ഒന്നായിത്തീരണം. യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷകനാണ്, യഥാർത്ഥ ലോകത്തിൻ്റെ പ്രകാശമാണ്. എല്ലാ മതങ്ങളിലും പ്രകാശത്തിൻ്റെ കിരണങ്ങളുണ്ട്. യഥാർത്ഥ സത്യപ്രകാശം യേശുക്രിസ്തുവ. അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവനിലൂടെ മാത്രമാണ് രക്ഷ. ദൈവപിതാവ് മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, അബോർഷൻ ഓരോ വർഷവും ലോകത്തില് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ അബോർഷനിലൂടെ കൊന്നുകളയുന്നത് എത്ര സങ്കടകരമാണ്. ഈ രക്തം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ലൈംഗികമായിട്ട് കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർ, അംഗവിഹീനരായവരെ അവഗണിക്കുന്നു. വൃദ്ധജനങ്ങൾ, പ്രായമുള്ള മാതാപിതാക്കന്മാര് വൃദ്ധരായവരെ അവഗണിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു. ഇവരെയൊക്കെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരു കടപ്പാട് നമുക്കുണ്ട്. മറ്റൊരു കാര്യം പിതാവ് പ്രത്യേകം പറയുകയാണ്, വധശിക്ഷ പാടില്ല. ഏതൊരു കുറ്റവാളിക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യൻ, ഈ മനുഷ്യനെ തെറ്റു ചെയ്തു എന്നതിൻ്റെ പേരിൽ വധശിക്ഷ നടത്തി കൊല്ലുവാൻ പാടില്ല എന്ന് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ഈ ചാക്രിക ലേഖനത്തിന് പറയുന്നുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്യാം, പക്ഷെ ആ തെറ്റ് ഓർത്തനുദപിച്ചാൽ അത് പൊറുക്കുന്നവനാണ് ദൈവം. എല്ലാ തെറ്റും ക്ഷമിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ലോകത്തില് ധാരാളം രാജ്യങ്ങള് പട്ടിണിയിലാണ്. പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ട്. എത്രയോ രാജ്യങ്ങളാ കോടാനുകോടി രൂപയാണ് ആ രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി രൂപയാണ്. ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ആണവായുധങ്ങള്, യുദ്ധസാമഗ്രികള്, ജൈവായുധങ്ങള് രാജ്യങ്ങൾ കരുതി വെച്ചിരിക്കുന്നു. ഈ ലോകത്തെ അനേക തവണ കത്തിച്ചു ചാമ്പലാക്കാനുള്ള അണുബോംബുകൾ അനേക രാജ്യങ്ങളുടെ കൈവശം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു. ജോലിയില്ല. മക്കളെപ്പോലും പഠിപ്പിക്കാൻ പറ്റുന്നില്ല. യുദ്ധഭീതി, മരണഭീതി. വിശക്കുന്ന മനുഷ്യൻ. ഇതൊക്കെ ലോകത്തിൻ്റെ നേർക്കാഴ്ചകളാണ്. ലോകത്തിനെമ്പാടും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് നീതി നഷ്ടപ്പെടുന്നു, അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കരുണയുള്ള മനുഷ്യർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദയ വറ്റിപ്പോയ ഭീകരർ, ദയ വറ്റിപ്പോയ മതഭീകരർ ഇന്ന് ലോകമെമ്പാടുമുണ്ട്. അതിന് വലിയ തെളിവുകൾ ലോകത്തെമ്പാടും നമ്മൾ കാണുന്നുണ്ട്. ലിബിയ എന്ന രാജ്യത്ത് 21 കോപ്റ്റിക് ക്രൈസ്തവരെ ഭീകരവാദികൾ കഴുത്തറത്ത് കൊന്നു. അവരുടെ രക്തം മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ഒഴുകി ചുവപ്പാവുന്ന കാഴ്ച നമ്മൾ വീഡിയോയിലും ചാനലുകളിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്.
ആ 21 പേരിൽ ആഫ്രിക്കക്കാരനായ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, 18 വയസ്സുകാരൻ. ആ ചെറുപ്പക്കാരൻ്റെ പേര് ഐരക എന്തായിരുന്നു. ആഫ്രിക്കയിലെ ചാഡ് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ വളർന്ന ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സ്, ഐരക. ഭീകരര് ഇവരെല്ലാവരെയും സമുദ്രതീരത്ത് മുട്ടുകുത്തി നിർത്തി. ഓറഞ്ച് നിറമുള്ള ജുബായും പൈജാമയും ഒക്കെ ഇട്ടവരെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവർ നിലവിളിക്കുന്നില്ല, ശാന്തരായിട്ട് മുട്ടനിക്കുക. അവിടെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ജീവിക്കാം. 21 പേരും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. ഓരോരുത്തരെ കഴുത്തവര് അറുത്തുമാറ്റുകയാ. ലോകത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഐരക എന്ന ചെറുപ്പക്കാരന്റെ അടുക്കൽ വന്നിട്ട് ഈ ഭീകരവാദികൾ പറയുന്നു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കാമെങ്കിൽ, തള്ളിപ്പറയാമെങ്കിൽ നിനക്ക് ജീവിക്കാം, നിന്നെ വിട്ടയക്കാം. ഐരക എന്ന ചെറുപ്പക്കാരൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ 20 പേര് ആർക്കു വേണ്ടി ജീവൻ കൊടുത്തുവോ, രക്തം ചിന്തിയോ, ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാ. ഇവർ ജീവൻ കൊടുത്ത ആ ക്രിസ്തുവാണ് എൻ്റെ ദൈവം, അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാ. ഇത് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഐരക എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കഴുത്തും അവർ മുറിച്ചു മാറ്റി. ദൈവത്തിന്റെ ജനമേ, വിശ്വാസത്തിനു വേണ്ടി ആദിമസഭ നേരിട്ട അതേ പീഡനങ്ങളും അതേ അതിക്രമങ്ങളും ഇന്ന് ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതമല്ല. ഇതിന്റെ അപ്പുറം നിത്യതയിൽ ക്രിസ്തുവിന്റെ കൂടെ ഒരു ജീവിതമുണ്ട്. ഈ സഹനങ്ങള്, ഈ വേദനകള്, ഈ നൊമ്പരങ്ങള്, ഇതിന്റെ അപ്പുറം നിത്യതയിൽ ക്രിസ്തുവിന്റെ കൂടെ നമുക്കൊരു ജീവിതം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. വിശ്വാസികള് ഉണരണം, സഭാ നേതൃത്വം ഉണരണം. വിശ്വാസികൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് മാറണം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം വളരെ വേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യുവജനങ്ങൾ വിശ്വാസത്തിന് ശക്തരും കരുത്തരുമായിട്ട് മാറണം. ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ചാക്രിക ലേഖനത്തിലൂടെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ വിശ്വാസികളെ ബുദ്ധിപ്പെടുത്തുവാനായിട്ട് പിതാവ് ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉണരാം, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകി പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ആത്മീയ ഞെരുക്കത്തിന് അപ്പുറം കടക്കാം. ഒരു പടപ്പുറപ്പാടിൻ്റെ സമയമായിരിക്കുന്നു. ഒരു പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെ സമയമായിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ച് കരയേണ്ട സമയമായിരിക്കുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനം നിലവിളിച്ചതുപോലെ വിശ്വാസ സമൂഹവും പുരോഹിതന്മാരും സന്യാസിനികളും പിതാക്കന്മാരും ഒന്നിച്ചു നിലവിളിക്കണം. ദിവ്യക്കാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ചു നിലവിളിക്കണം. സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടൽ ഈ ഭൂമിക്ക് മേൽ ഉണ്ടാവും. ദൈവജനത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധ അമ്മയുടെയും സ്വർഗത്തിന്റെ മുഴുവൻ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം.
ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്പസമയം ആരാധനയോടുകൂടി ഈ ശുശ്രൂഷ ഇന്നത്തെ അവസാനിക്കും. നമുക്കൊന്നു ചേർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ സർവശക്തനാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തു ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ സംരക്ഷകൻ, നമ്മളെ നയിക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നത് യേശുവാണ്. കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-27 വചനങ്ങൾ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്നെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു സർവമഹത്വത്തോടും കൂടെ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ മഹത്വമുള്ളനായിട്ടുണ്ട്. ഏറ്റവും വലിയ രഹസ്യമത, ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഓരോ വ്യക്തിയിലും യേശു ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവരോടും ആദരവ് കാണിക്കാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ബഹുമാനം, സ്നേഹം, പരസ്പരമുള്ള അംഗീകാരം, മറ്റുള്ളവരെ കൊച്ചായിട്ട് കാണുക, മറ്റുള്ളവരെ പുച്ഛിക്കുക. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും പറയും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം സ്നേഹമാ. അത് പരസ്പര സ്നേഹമാ. നമുക്ക് നേരെ ബോംബെറിയുമ്പോഴും കഴുത്തു വെട്ടുമ്പോഴും ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന സ്നേഹമാണ് നമുക്കുണ്ടാവേണ്ടത്. ആദിമസഭയിലെ വിശ്വാസികൾക്ക് അതിനുള്ള ചങ്കുറപ്പും ധൈര്യവും പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ആത്മധൈര്യത്തിന്റെ ശക്തിയുടെ ആത്മാവ് നിറയണം. നമ്മൾ ഉന്നതമായ ആത്മീയ കൃപാവരങ്ങളാൽ നമ്മൾ ജ്വലിക്കണം. കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാൻ, അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം. എല്ലാവരെയും ബഹുമാനിക്കുവാൻ. ആരെയും നമ്മൾ മോശക്കാരാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് മാധ്യമങ്ങൾ, ടെലിവിഷനും വാട്സാപ്പും സോഷ്യൽ മീഡിയയിലെല്ലാം മറ്റുള്ളവരെ തേജോവധം ചെയ്യുക, അധിക്ഷേപിക്കുക, അവഹേളന വാക്കുകൾ പറയുക, മോശക്കാരാക്കുക. സത്യത്തിന്റെ പക്ഷം നിൽക്കാതെ അസത്യത്തെ സത്യമാക്കാൻ ശ്രമിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മിൽ നിന്ന് അതുണ്ടാകാനായിട്ട് പാടില്ല. നമ്മൾ സത്യത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരാ. അതുകൊണ്ട് സത്യം നമ്മൾ പറയേണ്ടവർ തന്നെയാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവരാ നമ്മൾ. നമ്മെ അപമാനിക്കുമ്പോൾ, അല്ലെ സഭയെ അവഹേളിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നതല്ല സത്യം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കണം. സഭയോട് ചേർന്ന് നിൽക്കുവാൻ, സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഓരോ ആത്മായ സഹോദരനും ഇറങ്ങിത്തിരിക്കണം. സഭയെ വിമർശിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. സഭ നേതൃത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ, പൈശാചിക ശക്തികൾക്കെതിരെ പോരാടാൻ നമുക്കൊറ്റക്കെട്ടായിട്ട്
മാറേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തനമാണ്, തിന്മയുടെ പ്രവർത്തനമാണ്. ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും തകർക്കാനായിട്ട് പിശാച് അഹോരാത്രം അനേകരെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെ ആരാധിക്കുന്നവര് പിശാച് പോലും നാണിക്കുന്നത് പോലുള്ള ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യ നരാധമന്മാര് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹൃദയം നുറങ്ങി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം. സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭാ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഒരു പൊളിച്ചെഴുത്തിന്റെ സമയമായിട്ടുണ്ട്. വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വ്യക്തമായ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് ഒന്നിച്ചു നിന്ന് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിനെ ആരാധിച്ചുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൽ നമുക്ക് വളരാൻ സാധിക്കണം. സമുദായം ഒന്നിച്ചു വളരണം. സമുദായത്തിന് താഴേക്കിടയിലുള്ളവരെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കാനും ഒക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ സഭാ സമൂഹത്തില്, നമ്മുടെ സമുദായത്തില് വലിയ സമ്പന്നന്മാരുണ്ട്. അവര് നമ്മുടെ സമുദായത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കണം. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും എല്ലാ രംഗത്തും ക്രൈസ്തവരുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവണം. അതിനുവേണ്ടി തീരുമാനമെടുക്കണം. അതുപോലെ ജോലി മേഖലയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. പെൺകുട്ടികളെ നേരത്തെ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കണം. അങ്ങനെയൊക്കെ കുറെ നല്ല തീരുമാനങ്ങൾ നമുക്കെടുക്കാം. സഭാ നേതൃത്വത്തിന് വേണ്ടിയൊക്കെ ലോകമെമ്പാടും അരങ്ങേറുന്ന അക്രമങ്ങൾ, അനീതികൾ, തിന്മ അവസാനിക്കാനൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ ശക്തി, ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ലോകമെമ്പാടും ഒഴുകട്ടെ. ക്രൈസ്തവ സമൂഹത്തിന് മേലെ ഒഴുകട്ടെ. സഭാവിശ്വാസികൾ, ആത്മായ വിശ്വാസികൾ ദിവ്യകാരുണ്യ ശക്തിയിൽ കരുത്തരായിട്ട് മാറട്ടെ. കർത്താവ്, ഇപ്പോൾ അനേക മക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഈ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, ബന്ധിതർക്ക് മോചനം കൊടുക്കണമേ, തീരാ രോഗികളെ സൗഖ്യമാവട്ടെ, ക്യാൻസറിന് ട്യൂമർ വിട്ടുമാറട്ടെ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സൗഖ്യമാവട്ടെ, വൈദികർ പരിശുദ്ധാത്മാവിൽ ജ്വലിക്കട്ടെ, ആത്മായ സഹോദരങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, വചന പ്രഘോഷകർ ധീരരും ശക്തരുമായിട്ട് മാറട്ടെ. സഭയിൽ ഒരു പുത്തൻ ഉണർവിനെ പരിശുദ്ധാത്മാവെ കൊടുക്കണമേ. ഒരു പുത്തൻ പന്തക്കുസ്താൻ അനുഭവത്തിലേക്ക് ആത്മായർ ഉണരട്ടെ. അവിടെ ചിന്താമണ്ഡലത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ, ഹൃദയത്തിന് പുതിയ ചിന്തകൾ കൊടുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് മഹാശക്തി ഒഴുകട്ടെ. ഷെക്കീന ചാനലിലൂടെ വലിയ ദൈവശക്തി ഒഴുകട്ടെ. ഷാലോമിനെ എല്ലാ മീഡിയയും അനുഗ്രഹിക്കണമേ. സഭയുടെ മേൽ വലിയ കരുണ ഒഴുകട്ടെ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഞങ്ങളുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധന, ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ, ഈശോയെ ആരാധന, ആരാധന, ആരാധന. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, ലോകത്തിൽ നിന്ന് ഭീകരവാദത്തെ അങ്ങ് നീക്കിക്കളയണമേ. അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ ഇല്ലാതാവട്ടെ. ലോകത്തിൽ മുഴുവൻ സമാധാനം നിറയട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിറയട്ടെ. മാനവരാശിയോട് കണിയായിരിക്കണമേ. യുദ്ധങ്ങള്, ഭീകരവാദ പ്രവർത്തനങ്ങള് എല്ലാം ലോകത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സാത്താന്റെ പ്രവൃത്തികളെ കർത്താവേ അങ്ങ് തകർത്ത് കളയണമേ. ദിവ്യ കാരുണ്യത്തിൽ മാനവരാശിയുടെ മേൽ ദൈവശക്തി ഒഴുകട്ടെ, ദൈവശക്തി ഒഴുകട്ടെ. ക്രൈസ്തവ സമൂഹം ഒന്നുചേരട്ടെ. സഭാവിശ്വാസികൾ ഒന്നായിട്ട് മാറട്ടെ, ശക്തരാവട്ടെ, ധീരരാവട്ടെ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് മഹാശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി പോഴ്ചമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി പോഴ്ചമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നും എന്നേരും ആരാധന സ്തുതി പോഴ്ചമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. വിശ്വാസ സമൂഹം ഉണരട്ടെ, ഉണർന്ന് ശക്തരായിട്ട് മാറട്ടെ. ശക്തന ചാനലിന് വേണ്ടി, എല്ലാ ചാനലുകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥന ചോദിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതു ചൈതന്യം, ഒരു പുതിയ കാഴ്ചപ്പാട് നിറയാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.